نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും റബ്ബിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ അള്ളാഹു എല്ലാം പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. യമനിലെ ദൗസ് ഗോത്രത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുന്നു. പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു, അബ്ദു ഷംസാണ് എൻ്റെ പേരെന്ന്. ആ പേര് ശരിയല്ല, താങ്കളുടെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ എന്നാണ് താങ്കൾ ആക്കേണ്ടത്, അബ്ദുറഹ്മാൻ എന്നാണ് ആക്കേണ്ടതെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ അബ്ദുള്ള എന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 4 വർഷം ജീവിച്ച് ലോകത്ത് സകല മനുഷ്യരുടെയും നാവുകളിൽ ആ പേരുകൾ സദാ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 28ാമത്തെ വയസ്സിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം വന്നു ചേരുന്നത്. 78ാമത്തെ വയസ്സിൽ ബഖീഇൽ മറമാടുന്നതുവരെ ഇസ്ലാമിക ലോകത്ത് സേവനങ്ങൾ ചെയ്ത് ജീവിച്ച വ്യക്തി. ബഹ്റൈനിലേക്ക് പ്രവാചകൻ കത്തുകളുമായി അദ്ദേഹത്തെ അയച്ചിട്ടുണ്ട്. അഹ്ലു സുഫയിലെ പ്രധാനിയാണ് അയാൾ. അദ്ദേഹത്തിന്റെ പേര് ഒരു പക്ഷേ ഇത്ര പറഞ്ഞപ്പോഴും മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൈകളിൽ സദാസമയമുണ്ടാകുന്ന പൂച്ചക്കുട്ടി ഉണ്ടായതിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചത് അബാ ഹിർ എന്നായിരുന്നു. സഹാബത്ത് അദ്ദേഹത്തെ വിളിച്ചത് അബൂ ഹുറൈറ എന്നതായിരുന്നു. 5374 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അദ്ദേഹം. ഇസ്ലാമിക വിമർശകർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ വിമർശിക്കപ്പെടാൻ ശ്രദ്ധിക്കുന്ന, ബോധപൂർവം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. കാരണം ഖുർആനിന് നേരെ വിമർശിക്കാൻ പറ്റില്ലെങ്കിൽ ഹദീസിലേക്ക് തിരിയാം. ആ ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറയാണ്. അങ്ങനെ അദ്ദേഹത്തെ വിമർശിക്കുന്നതിലൂടെ ഹദീസുകളിലേക്ക് തിരിച്ചു വരാൻ, ഹദീസ് വിമർശനത്തിലൂടെ ഇസ്ലാം വിമർശനത്തിന് സാധിക്കുമെന്ന് മനസ്സിലാക്കി. അതിനവർ പറയുന്നൊരു ന്യായം, അബൂ ഹുറൈറ
വളരെ ചുരുങ്ങിയ വർഷം 3-4 വർഷം കൊണ്ട് 5000-ലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്. അദ്ദേഹം തന്നെ പറയുന്നു, യഖൂലൂൻ, ആളുകൾ പറയാണ്, ഇന്ന അബാ ഹുറൈറ യുക്സിറുൽ ഹദീസ്, അബൂ ഹുറൈറ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ എന്ന പേര് കേൾക്കാത്തൊരു മനുഷ്യനുണ്ടാവില്ല. 5000-ലധികം ഹദീസുകൾ, 5374 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. വല്ലാഹുൽ മൗഇദ് വയഖൂലൂൻ മാലിൽ മുഹാജിരീന വൽ അൻസാർ. അദ്ദേഹം പറയാണ്, ഒരുപാട് മുഹാജിറുകളും അൻസാറുകളും ഉണ്ടല്ലോ, എന്തേ അവരൊന്നും എന്തേ ഇത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാതെ അബൂ ഹുറൈറ മാത്രം ഇത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു? وإن إخوتي من المهاجرين كان يشعنهم الصفق بالأسفاق. മുഹാജിറുകൾ അങ്ങാടിയിൽ കച്ചവടത്തിന് പോകും. وإن إخوتي من الأنصار كان يشعنهم عمل أموالهم. അൻസാറുകൾ അവരെ കൃഷിയും മറ്റു മഈശത്തുകളുമായി പോകും. എന്നാൽ വകുൻതും റഅം മിസ്കീന അൽസമു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു മിസ്കീനാണ്, ഞാൻ എവിടേക്കും പോകില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തന്നെ നിൽക്കും. എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം, ഞാൻ കേട്ടത് ഞാൻ മാത്രം അമൽ ചെയ്താൽ മതി, വേറെ ആരോടും പറയാതിരിക്കാം. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ കൊണ്ടാണ്. ഞാൻ കേട്ടത് പറയാനുള്ള കാരണം ചില ആയത്താണ്. ഏതാണ് ആയത്ത്? സൂറത്ത് ബഖറയിലെ 160-ാമത്തെ ആയത്താണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത് വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനഹുമുല്ലാഹു വയൽഅനഹുമുൽ ലാഇനൂൻ. അല്ലാഹു ഇറക്കിയത് മറച്ചു വെക്കുന്ന ആൾക്കാർ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാർക്ക് അള്ളാന്റെ ശാപും സകല പടപ്പാള ശാപും ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ പഠിച്ച ഹദീസുകളൊക്കെ ഞാൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്നാണ്. അദ്ദേഹത്തിന് അങ്ങേയറ്റ ആഗ്രഹമുണ്ടായിരുന്നു ഇൽമ നേടണമെന്നുള്ളത്. അങ്ങേയറ്റത്തെ ആഗ്രഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം പറയുന്നു, ഒരിക്കൽ അദ്ദേഹം വന്നിട്ട് ചോദിക്കണ്ടേ, യാ റസൂലല്ലാഹ് മൻ അസ്അദൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, നബിയെ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശഫാഅത്തിന് ഏറ്റവും ഭാഗ്യം ലഭിക്കുന്ന ആളാരാണ്? നബിക്ക് എന്ത് പറഞ്ഞു കൊടുത്താൽ മതി? ഇന്ന ആളാന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ? അബൂ ഹുറൈറ. ലഖദ് വനൻതു യാ അബാ ഹുറൈറ അല്ലാ യസ്അലുനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വലു മിൻ. ഞാൻ വിചാരിച്ചിരുന്നു ഈ കാര്യം ഫസ്റ്റ് ചോദിക്കാരായിരിക്കും, താങ്കളായിരിക്കും. എന്തുകൊണ്ടാണ്? താങ്കളുടെ മിൻ ഹിർസിക അലൽ ഹദീസ്, ഹദീസിനോടുള്ള താങ്കളുടെ ആഗ്രഹം കൊണ്ട് എനിക്കറിയായിരുന്നെന്ത് ഈ ചോദ്യം ആദ്യമായിട്ട് ചോദിക്കുക നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, ശഫാഅത്തിന് ഏറ്റവും ഭാഗ്യം ലഭിക്കുന്ന ആളാരാ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി, ആത്മാർത്ഥമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞ ആളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മ മരിക്കുന്നത് വരെ കല്യാണം കഴിച്ചില്ല. ഉമ്മക്ക് സേവനം ചെയ്ത് ജീവിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിനു ശേഷമാണ്, അല്ലെങ്കിൽ അദ്ദേഹം വിവാഹം ചെയ്ത്, രണ്ട് രൂപത്തിലും കാണാം. ഉമ്മ മരിക്കുന്നത് വരെ വിവാഹം ചെയ്തില്ല, അല്ലെങ്കിൽ നബി മരിക്കുന്നത് വരെ എന്ത് ചെയ്തില്ല? വിവാഹം ചെയ്തില്ല. അദ്ദേഹത്തിന് ഉമ്മയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വല്ലാത്ത ആഗ്രഹമാണ്. അദ്ദേഹം തന്നെ പറയാ, ഞാൻ എൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് വിളിക്കും. ഉമ്മ മുശ്രിക്കത്താണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോൾ ഉമ്മ എന്നോട് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ നബിനെ പറ്റി പറഞ്ഞു. നിന്റെ ഒരു നബി ഇങ്ങനെ കുട്ടികൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. ഞാൻ കരഞ്ഞ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് വിളിച്ചു. ഉമ്മ അത് കേട്ടില്ലെന്ന് മാത്രമല്ല നിങ്ങളെ കുറ്റം പറയുക കൂടെ ചെയ്തു. നബിയെ, എൻ്റെ ഉമ്മക്കൊന്ന് ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറന്റെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണേ എന്ന്. അബൂ ഹുറൈറ തിരിച്ചു വന്നു. ഫഖറജതു മുസ്തബ്ശിറൻ ബിദഅവതി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് വേഗം തിരിച്ചു വന്നു. ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ കാണുന്ന അവസ്ഥ എന്തറിയോ? ഫസിറതു ഇലാൽ ബാബി ഫഇദാ ഹുവ മുജാഫ്, എൻ്റെ വീടിന്റെ വാതിൽ അടച്ചിട്ടുണ്ട്. വെള്ളങ്ങനെ ഒഴിക്കുന്ന, ആരോ കുളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞു, മക്കാനക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ വരല്ലേ, അന്നത്തെ സൗകര്യമൊന്നുമില്ല, അതുകൊണ്ട് ഉമ്മ കുളിക്കുന്നതാണ്, മോൻ കാണണ്ട. മക്കാനക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ വരല്ലട്ടോ, അവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞു.
അങ്ങനെ ഉമ്മ കുളിച്ച് വൃത്തിയായി അവരുടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഫഫതഅത്തിൽ ബാബ് ഫഖാലത് യാ അബാ ഹുറൈറ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഉമ്മ പ്രഖ്യാപിച്ചു. അത് കേട്ട് ഫറജഅതു ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വീണ്ടും സന്തോഷം സഹിക്കാനായില്ല. ഞാൻ റസൂലുള്ളാഹിയിലേക്ക് തന്നെ തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, നബിയെ, കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് ഇസ്തജാബല്ലാഹു ബിദഅവതക, അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എന്റെ ഉമ്മ മുസ്ലിമായിരിക്കുന്നു. വഹദാ ഉമ്മ അബി ഹുറൈറ ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി ഫഖാല ഖൈറ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, പോരാ, നിർത്താനായിട്ടില്ല. ഉദ്ഉല്ലാഹ അയ്യുഹിബ്ബനി വഅന വഉമ്മി മിലാ ഇബാദിഹിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കും എന്നെയും എന്റെ ഉമ്മയെയും സകല മുഅ്മിനുകൾക്കും ഇഷ്ടമുണ്ടാകണമെന്ന് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഉബൈദക അയ്യഅനി അബാ ഹുറൈറ വഉമ്മഹു ഇലാ ഇബാദിക്കൽ മുഅ്മിനീൻ വഹബ്ബിബ് ഇലൈഹിമുൽ മുഅ്മിനീൻ. പടച്ചോനെ, നീ അടിമല്ല, അബൂ ഹുറൈറ അല്ലേ, അബൂ ഹുറൈറനെ എല്ലാവരും ഇഷ്ടപ്പെടണം കേട്ടോ. അബൂ ഹുറൈറനെ മാത്രം പോരാ, അബൂ ഹുറൈറന്റെ ഉമ്മയെയും എല്ലാവരും ഇഷ്ടപ്പെടണേ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. വിശ്വാസികൾക്ക് ഇഷ്ടം ഉണ്ടാവണം, വിശ്വാസികൾക്ക് ദേഷ്യമല്ല ഉണ്ടാവേണ്ടത്, വിശ്വാസികൾക്ക് അബൂ ഹുറൈറയോടും ഉമ്മയോടും ഇഷ്ടമുണ്ടാകണമെന്നാണ്. ആ ഉമ്മ മുസ്ലിമായതിനു ശേഷം അദ്ദേഹം ഉമ്മയോട് പെരുമാറിയ ചില രംഗങ്ങൾ കൂടി ഹദീസുകളിൽ കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് നല്ലോണം പേടിക്കേണ്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറ്റി കാണാം, ഫഇദാ അറാദ യഖ്റുജ വഖഫ അലാ ബാബിഹാ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിന്നാൽ അദ്ദേഹം ഉമ്മയോട് പറയും, അസ്സലാമു അലൈക്കി യാ മതാ, ഉമ്മച്ചിയെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സലാം അലൈക്കും വഅലൈക്കസ്സലാം യാ ബുനയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നിനക്കും അലൈക്കും അസ്സലാം എന്ന് പറയും. എന്നിട്ടേ നമ്മളൊക്കെ പ്രാർത്ഥിക്കലില്ലേ മാതാപിതാക്കൾക്ക് വേണ്ടി, റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പ്രാർത്ഥിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ സുഹൃത്തുക്കളെ, മുഖത്ത് നോക്കി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കും, അള്ളനോട് പറയില്ലേ, പടച്ചോനെ എന്റെ പേരൻസ്, എന്റെ ഉമ്മന്റെ ഉപ്പ പറയില്ലേ. അബൂ ഹുറൈറ എങ്ങനെ പ്രാർത്ഥിക്കറിയോ? എന്നിട്ട് ഉമ്മനോട് പോകാനെന്ന് പറയും, റഹിമക്കല്ലാഹ് കമാ റബ്ബൈതനി സ്വഗീറ, അല്ലാഹു റഹിമക്കില്ല, ഉമ്മങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാട്ടെ. അള്ളാഹിനോടല്ല പറയണേ, ഉമ്മന്റെ മുഖത്ത് നോക്കി ഉമ്മയോട് പറയുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ഉമ്മ കേൾക്ക്, അള്ളാഹു നിങ്ങൾക്ക് എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതിന് അള്ളാഹുവിന്റെ കാരുണ്യം തിരിച്ചു ചൊരിയട്ടെ എന്ന്. എന്തെങ്കിലും പ്രാർത്ഥിച്ചങ്ങനെ ഉമ്മന്റെ മുഖത്ത് നോക്കി കൈവച്ച് സ്നേഹത്തിൽ ഉണ്ടാവൂല അല്ലെ? അബൂ ഹുറൈറ എപ്പോഴെങ്കിലല്ല, ഇത് വീട്ടിൽ നിന്ന് പോകുമ്പോഴും ചെയ്യും, വീട്ടിലേക്ക് വരുമ്പോഴും ചെയ്യും. വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ഉമ്മ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നവർ അദ്ദേഹം ചെയ്തില്ല, കല്യാണം പോലും കഴിക്കാതിരുന്നു എന്ന്. അപ്പൊ ഉമ്മ എന്താ പറയാറിയോ? റഹിമക്കല്ലാഹ് കമാ ബറർതനി കബീറാ, അബൂ ഹുറൈറ നിനക്കും റബ്ബിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ, ഈ പ്രായമായ അവസ്ഥയിലും എന്നോട് നീ വിറോടുകൂടി പുണ്യത്തോടുകൂടി പെരുമാറുന്നുണ്ടല്ലോ, നിനക്കും അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉമ്മി മകനും അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്യും പടച്ചോൻ കേൾക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേർത്തു പിടിച്ചു പ്രാർത്ഥിക്കും. വീട്ടിൽ വരുമ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ ചെയ്യുന്ന അദ്ദേഹം പട്ടിണി കിടന്നിട്ടാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് പറഞ്ഞെന്ന്. 3-4 കൊല്ലുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു ദിവസം അല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇൻ കുൻതു ലഅതമിദു ബികബ്ദി അലൽ അർളി മിനൽ ജൂഇ, ചില സന്ദർഭങ്ങളിൽ ഞാൻ വിശന്ന് ഭൂമിയിലേക്ക് ബോധം കെട്ടുകയാറുണ്ട്. ആളുകൾ പറയും അബൂ ഹുറൈറയ്ക്ക് ഭ്രാന്താണ് എന്ന്. എന്നാൽ ഞാൻ ഒരിക്കലും വീഴുന്നത് ഭ്രാന്ത് കൊണ്ടല്ല, വിശപ്പ് സഹിക്കാൻ പറ്റാതെയാണ്. വഇൻ കുൻതു ലാ ശുദ്ദുൽ ഹജ്റ അലാ ബത്നി മിനൽ ജൂഇ, വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറിൽ കല്ല് വെച്ച് ഞാൻ കെട്ടാറുണ്ട്. സഹിക്കൂല, ഞാൻ വയറ്റത്ത് കല്ലൊക്കെ വെച്ച് കെട്ടും. എന്നിട്ട് എന്റെ അവസ്ഥ, അദ്ദേഹത്തിന്റെ അവസ്ഥ നിസ്കാരം കഴിഞ്ഞ് അബൂ ഹുറൈറ പുറത്തേക്ക് ചെന്നു. എന്നിട്ട് പുറത്തിരുന്നിട്ട് ആളുകൾ പോകുമ്പോൾ അബൂബക്കറിനെ വിളിച്ചു ചോദിച്ചു, അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ്, അബൂബക്കറെ ഒരായത്തിനെ പറ്റി ചോദിക്കാനുണ്ട്. മാ സഅൽതു ഇല്ലാ ലിയുശബ്ബിഅനി ഫമർറ വലം യഫ്അൽ,
എനിക്ക് ആയത്ത് അറിയായിട്ടൊന്നല്ല. അബൂബക്കർ എന്ത് പറയും, എന്നവാ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യാം, ഞാൻ ആയത്തിന്റെ ഉദ്ദേശം പറഞ്ഞുതരാം. ഭക്ഷണം കഴിച്ചിട്ട് ഇത് പറയാനാണ് ആരോട് ചോദിക്കണത്? പള്ളിന്റെ പുറത്തിറങ്ങിയിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കണേ. അബൂബക്കർ റളിയല്ലാഹു സാദു ഒന്നും വിചാരിച്ചില്ല, ആയത്തിന്റെ ഉദ്ദേശം സത്യസന്ധമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞെടുത്ത് പോയി. വീണ്ടും ഞാൻ അങ്ങനെ ഇരിക്കാണ്. ആ നേരത്തിതാ ഉമറാണ് പള്ളിയിൽ നിന്ന് വരുന്നത്. ഉമറിനോടും ആയത്ത് ചോദിച്ചു. ഉമറും വീട്ടിലേക്ക് വിളിക്കാതെ ആയത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് തിരിച്ചുപോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അല്ലാഹുവിന്റെ റസൂൽ. എന്നെ കണ്ട അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചു. എന്റെ മനസ്സിലുള്ളതും മുഖത്തുള്ളതും മനസ്സിലായി. റസൂലുള്ളാഹി വിളിച്ചു, യാ അബൂ ഹുറൈറ എന്ന് വിളിച്ചു. ലബ്ബൈക യാ റസൂലല്ലാഹ്, എന്തേ റസൂലേ എന്ന് ഞാൻ വിളി കേട്ടു. ഇൽഹഖ്, പോന്നോളൂ, വീട്ടിക്ക് പോന്നോളൂ എന്നാണ്. പിന്നെ ഹദീസ് വിശദമായ മുഅ്ജിസത്ത് പറയുന്ന ഹദീസാണ്. അത്രയും പട്ടിണി കടന്നിരുന്നു എന്ന് കാണാൻ പറ്റും. അങ്ങനെ പട്ടിണിയും പരിവട്ടങ്ങളൊക്കെ സഹിച്ച് ദീന് പറഞ്ഞെന്ന ആൾക്കാരാണ്, ഈ ഹദീസുകൾ പഠിപ്പിച്ചെന്ന ആൾക്കാരാണ്. എന്നിട്ട് പോലും അവരെ വഫാത്തിന്റെ സമയത്ത് അവരൊന്നും തൃപ്തരായിരുന്നില്ല എന്നാണ്. അദ്ദേഹം മരിക്കണ നേരമുണ്ട്. ആളുകളെ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയിട്ട് അദ്ദേഹം കരയാണ്. മരിക്കാൻ നേരത്ത് കരയാ. ആളുകൾ ചോദിക്കുന്നു, അബൂ ഹുറൈറ മരണത്തിന്റെ നേരത്തിതാ നിങ്ങൾ കരയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുഖം കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ഇസ്ലാമിന് വേണ്ടി താങ്കൾ സേവനം ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത നാടുകളിലെ പ്രബോധകരായും ഗവർണറായും താങ്കൾ ജീവിച്ചിട്ടുണ്ട്. ആ നേരത്തെ അദ്ദേഹം പറഞ്ഞു, വലാകിൻ അമാ ഇന്നി ലാ അബ്കി അലാ ആദിഹി ദുനിയാകും, ഞാൻ കരയുന്നത് നിങ്ങളുടെ ഈ ദുനിയാവിനെ കുറിച്ച് ആലോചിച്ചല്ല. ദുനിയാവിനെ കുറിച്ച് എനിക്കൊരു ബേജാറുമില്ല. പിന്നെ എന്തിനാ അദ്ദേഹത്തിന്റെ കരച്ചിലറിയോ? വലാകിൻ അബ്കി ലിബുഅദി സഫരി വഖില്ലതി സാദി, എനിക്ക് സുദീർഘമായൊരു യാത്ര പോകാനുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് കൊണ്ടുപോകാനൊന്നുമില്ല, സാദ് ഒന്നുമില്ല, തെക്കുവൊന്നുമില്ല, വിഭവങ്ങളൊന്നും എൻ്റെ അടുക്കലില്ല. നാളെ ഞാൻ ചെന്നാൽ ഞാൻ സ്വർഗത്തിന്റെ നരകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ചെന്നു നിൽക്കും. നരകത്തിന്റെ കൺമുന്നിൽ വരാത്തവരായി ഒരു പടപ്പും തന്നെ ഉണ്ടാകുന്നതല്ല. എല്ലാവരും നരകത്തെ കാണും. സിറാത്തും കടന്ന് ഖബറിന്റെ ജീവിതം കഴിഞ്ഞ് ഹിസാബും സിറാത്തും കഴിഞ്ഞ് നരകത്തിന്റെ മുന്നിലെത്താത്തവരായ ഒരാളുമില്ല. അത് റബ്ബിന്റെ ഉറച്ച തീരുമാനമാണ്. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമല്ല. എല്ലാരും ഇവിടെ വരും, നരകത്തിന്റെ മുമ്പിൽ വരും. ആ നരകത്തിൽ നിന്ന് ആരാ രക്ഷപ്പെടരോ? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ സിറാത്ത് പാലത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴാതെ രക്ഷപ്പെടുന്നവർ തഖ്വയുള്ളവരാണ്. അവിടെ ഞാൻ രക്ഷപ്പെടുമോന്നുള്ള അവസ്ഥ ആർക്കറിയില്ല? എനിക്കറിയില്ല എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു മരിക്കണ നേരത്ത് പറയണേ. സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളൊക്കെ ശരിക്കും തൃപ്തരാണ് അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, ശരിക്കും നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ ഒരു ദിവസമല്ലേ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ വെള്ളിയാഴ്ചയൊക്കെ മലയാളത്തിലെ കുതുബൊക്കെ എത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ, പള്ളിയിൽ പോയിട്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് നമ്മളൊരു സമാധാനം അല്ലേ? ഈ സമാധാനം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് സകല പുണ്യങ്ങളും നേടിയ മനുഷ്യർക്ക് പോലും മരണത്തിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് ഒരു ധൈര്യമില്ലെങ്കിൽ ഈ പോക്ക് പോയാൽ മതിയോ? അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله
അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക നബിയിന മുഹമ്മദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മയുടെയും കൂലി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒതുകൊടുത്തതും നിസ്കരിക്കുന്നതും പള്ളി വരുന്നതും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ യമനിൽ ചെന്ന് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നൊരു മനുഷ്യനുണ്ട്. അയാൾ ആരും പലപ്പോഴും അറിയാറില്ല. ഒരുപക്ഷെ അത്യപൂർവമായി മാത്രം കേൾക്കുന്ന പേരുകളായിരിക്കും അത്. അബൂ ഹുറൈറ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വരാനൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് അവരുടെ നാടിൻ്റെ നേതാവ് കൂടിയായ ദൗസ് ഗോത്രത്തിൻ്റെ നേതാവ് കൂടിയായ തുഫൈൽ ഇബ്നു അംർ ദൗസി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് ചെന്ന് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വിളിച്ചു. ഏകദേശം ആ ദൗസ് ഗോത്രത്തിൽ 80ഓളം വീടുണ്ടായിരുന്നു എന്നാണ്. അത്ര ആളുകളാണ് ദൗസ് ഗോത്രത്തിലുള്ളത്. അവരിൽ പകുതിയിലധികം ആളുകളും ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിങ്ങളായി. അതിൽ ഒരാളായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മയുടെയും ഓഹരി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ കേൾക്കാത്ത തുഫൈൽ ബിൻ അംർ ദൗസിക്ക് അതിൻ്റെയൊക്കെ തുടക്കക്കാരൻ്റെ കൂലി കൂടി ലഭിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് അങ്ങനെയുള്ള പ്രതിഫലങ്ങൾ. സുഹൃത്തുക്കളെ, നമ്മൾക്ക് അങ്ങനെയൊരു തുഫൈലാകാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ കാരണം ഒരു അബൂ ഹുറൈറ വേണ്ട, അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. പക്ഷെ നമുക്കെന്താ പ്രശ്നം വെച്ചാൽ സമയമല്ല എന്നുള്ളതാണ് പ്രശ്നം. അധ്വാനിക്കുകയാണ്. ഈ അധ്വാനം ഏതുവരെയുള്ള നിങ്ങൾക്ക് യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക ഖാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖി. ഈ യാത്ര അവസാനിച്ച് നിങ്ങൾ അല്ലാഹനെ കാണും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ യാത്ര അവസാനിച്ച് അല്ലാഹനെ കാണുമ്പോൾ ധൈര്യമില്ലായിരുന്നു. അല്ലാഹുവിന് മാത്രമല്ല, മുൻഗാമികളിൽ പലർക്കും ഇല്ലായിരുന്നു. നമ്മൾ ധൈര്യത്തിലിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആഴ്ചയിൽ 168 മണിക്കൂർ പടച്ചോൻ തന്നിട്ട് എന്തിനാ ഉപയോഗിക്കണമെന്ന് ചിന്തിച്ചു നോക്കി. ഓഫീസ്, കുടുംബം, ആടെ ജോലി, ഇതിലപ്പുറത്ത് പരലോകത്തേക്ക് ഇതിലെത്ര സമയം മാറ്റിയേക്കണം. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മൾ ഖുർആൻ ക്ലാസ് തുടങ്ങുന്നുണ്ട്. 6 മണിക്ക് ഖുർആൻ ക്ലാസ് തുടങ്ങുന്നുണ്ട്. 168 മണിക്കൂർ ഒരാഴ്ചയിൽ എല്ലാവർക്കും ഒരേപോലെയാണ്. ഷോപ്പടക്കാൻ വൈകും, കുറേ പണി ഉണ്ടാവും, റിസ്ക് ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളെ പ്രതീക്ഷ എന്താ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കുറേ കാലം ഉണ്ടല്ലോ എന്നോ. നമ്മളെ ഖുർആൻ ക്ലാസ്സുകളിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന മുഹമ്മദ് മാനു, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മൾ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുത്തു. എന്നും സുബൈക്ക് വന്നിരുന്നു, എല്ലാ ശനിയാഴ്ചയും ഖുർആൻ ക്ലാസ്സിന്. പക്ഷെ നാളെ ഖുർആൻ ക്ലാസ് തുടങ്ങുമ്പോൾ അദ്ദേഹം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഖബറിലാണ് അദ്ദേഹം ഉള്ളത്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളെ പ്രതീക്ഷ എന്താ നിങ്ങൾക്ക് എൻ്റെ ഖബറൊന്നും ആയിട്ടില്ല എന്നാണ്. എൻ്റെ നാട്ടിലൊരു മനുഷ്യൻ്റെ ജനാസ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഖബർസ്ഥാനിൽ നിന്ന് മറമാടി പോരുമ്പോൾ ഒരാൾ പറഞ്ഞു, തൊട്ടടുത്ത ഖബർ കണ്ടിട്ട് പറഞ്ഞു, ആ ഖബറിലേക്ക് വീഴുന്നത് നോക്കണേ. വീഴുന്നത് പ്രശ്നമല്ല, അതിലേക്ക് കൊണ്ടുപോയി വെക്കാൻ ആരാണെന്നറിയില്ല എന്നാണ്. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഖബറായിരിക്കും അതെന്ന്. നിങ്ങൾ ഇന്ത്യക്ക് നാട്ടിലെ പള്ളി ഖബർസ്ഥാനിൽ 1-2 ഖബറുകൾ റെഡിയാണ്. ഒന്ന് ഫിനിഷ് വർക്ക് ചെയ്താൽ മതി, നമ്മൾക്കുള്ള ഖബറായിരിക്കും അത്. പക്ഷെ അതെപ്പോഴാണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് സമയമല്ല, നേരല്ല. 12 മണി വരെയൊക്കെ ഷോപ്പാണ്. അധ്വാനിക്കേണ്ടതൊന്നും ഞാൻ പറയണതിന് അർത്ഥമല്ല കേട്ടോ. ദുനിയാവിൽ അധ്വാനിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷെ ഈ അധ്വാനങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കൂടെ റബ്ബിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്താ കയ്യിലില്ലേ? ആഴ്ചയിൽ ഒരു 10-25 മിനിറ്റ് 20 മിനിറ്റ് ജുമായിൽ പങ്കെടുക്കുന്നതോ ഏതെങ്കിലുമൊക്കെ വക്ത് ജമാഅത്തായി ലഭിക്കുന്നതോ ഒക്കെയാണ്. സുഖേ, ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് മുഹറം 21 ശവ്വാലും ദുൽഖഅദും ദുൽഹിജ്ജയും കഴിഞ്ഞ് മുഹറത്തിൻ്റെ അവസാന 10ലേക്ക് നീങ്ങുമ്പോൾ റമളാനിൽ എടുത്തു വെച്ച ഖുർആനെ എവിടെ എത്തിക്കണം ഓതിയിട്ടൊന്നും ചിന്തിച്ചു നോക്കി.
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഒരു തവണ ഖുർആന് റമളാനിന് ശേഷം ഓതിയെന്ന്? വേണ്ട. ഒരു ജുസ് ഓതിയിട്ടുള്ള സുഹൃത്തുക്കളെ, എത്ര നേരം? ഇനി വെറുതെ ഫോണൊന്നും എടുത്തിട്ടേ ഫോണിൽ എത്ര സമയം ഈ സാധനം ഉപയോഗിച്ചു നോക്കി. അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. എത്ര ഉപയോഗിച്ചിട്ടുണ്ട് അറിയോ? പക്ഷെ നമ്മളെ ഖബറിലേക്കുള്ളതൊന്നും എന്ത് ചെയ്യണില്ല, കൊണ്ടുപോകണില്ല. നമുക്കുള്ള സൂചനകൾ തന്നിട്ടാണ് ചിലവർക്ക് ഇവിടെ നിന്ന് പോയത്. ആ പോയവരൊന്നും നമുക്ക് ഗുണപാഠങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം ഒരൽപ്പം കഷ്ടമായിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. 5374 ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്ന് അതിൻ്റെയൊക്കെ ഓഹരികൾ ബഖീഇലെ ഖബർസ്ഥാനിലേക്ക് ചെന്നു ചേരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹുവിന് പോലും നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അബൂ ഹുറൈറ പൊയ്ക്കോനി സ്വർഗത്തിൽ സമാധാനത്തിലെന്ന് പറയുമെന്ന് അറിയില്ലാന്ന്. എന്നാലും അബൂ ഹുറൈറ അവനെ കണ്ടിട്ടില്ലെങ്കിലും കേട്ട ഞാനും നിങ്ങളൊക്കെ ധൈര്യത്തിലാണ്. ഹോലൊന്നും സ്വർഗത്ത് പോയിട്ടില്ലെങ്കിലും ഞാനൊക്കെ പോകൂലേ? ഞാനൊക്കെ അല്ലെങ്കിൽ ആരാ പോവാന്ന്? ഇത്ര മതിയൊന്നും ചിന്തിച്ചളി. ഏത് സമയത്ത് നേരം തിരിച്ചെടുക്കുക. കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ ദിവസം ഞാൻ ജനാസയിൽ പങ്കെടുത്തു. 3 മക്കളെ യതീമുകളാക്കി ബാപ്പ പെട്ടെന്ന് പോയി. രാവിലെ വിളിച്ചപ്പോൾ ബാപ്പ എണീക്കണില്ല. സിസ്റ്റർമാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് കൺഫേം ചെയ്തളി. ഡോക്ടർ പറഞ്ഞു കുറേ നേരമായിക്കണ് കഴിഞ്ഞിട്ട്. ഭാര്യ എണീറ്റ് വന്നിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. ഭർത്താവിടെ കടന്നോട്ടെ, വിളിക്കണ്ടെന്ന് വിചാരിച്ചാണേ. ഭാര്യ എണീറ്റ് വന്ന് ചായയും കടിയൊക്കെ റെഡിയാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഭാര്യ എണീറ്റ് പോന്നപ്പോൾ അയാൾ മരിച്ചിരുന്നു എന്നത് അവൾ അറിഞ്ഞിട്ടില്ല. ഒരു നാൾ ഒരു പക്ഷേ നമ്മുടെ റൂമിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് സൈറൻ മെല്ലെ പോകുന്ന ആംബുലൻസിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ അമലുകൾ കൂടി ഉണ്ടാകണം. നമ്മുടെ ബാഗും എല്ലാം എടുത്തു പോകുമ്പോഴും അമലുകളില്ലാതെ ഖബറിലേക്ക് പോയാൽ നഷ്ടായിരിക്കും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. കൊണ്ടുപോകുമ്പോൾ ഖൈറാണോ ഷർറാണോ കൂടുതലിടുതൽ ഉണ്ടാകുക എന്ന് ചിന്തിച്ച് നന്മകളിൽ മുന്നേറി സദാ നന്മകൾ ചെയ്ത് ഈ ലോകത്ത് ഞാനൊരു വഴിയാത്രക്കാരനാണെന്ന തോന്നലോടുകൂടി ജീവിക്കാം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പകയും വിദ്വേഷവും ഒന്നുമില്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തുകളും നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ അള്ളാഹുവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാവട്ടെ. നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കുമാറാവട്ടെ. ഈ മസ്ജിദിൽ ഒരുമിച്ചതുപോലെ അള്ളാഹു സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين عباد الله الصلاة.